Hey guys, എൻ്റെ പേര് അഭിഷേക്, ഒരു സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 20 years ആവാറായി. ഞാൻ ഇന്ന് തൊട്ട് യൂട്യൂബിൽ കോണ്ടന്റ് ഇടാൻ വിചാരിച്ചിട്ടാണ്. ഇത്ര നാള് ഇടാണ്ടിരുന്നത് ആൾക്കാരെന്ത് പറയും, യൂഷ്വലി കൂട്ടുകാരനെ കളിയാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ക്യാമറയുടെ മുന്നിൽ നമ്മൾ നടപടിയാവില്ല. അപ്പോൾ ഒരു മലയാളി ഫിറ്റ്നസ് ചാനൽ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ, ബേസിക്കലി അവർ ഫിറ്റ്നസ് ജേണി എംബ്രേസ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് അവരെ പ്രോപ്പറായി എന്താണ് ഒരു ഇൻഫോർമേഷൻ നിനക്ക് എൻ്റെ ചാനലിൽ ഉണ്ടാവുന്ന രീതി. അപ്പോൾ ഇത്ര നാളെ എന്നെ ഹെൽപ്പ് ചെയ്തതും ഇനി ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും ഞാൻ ഡോക്യുമെന്റ് ചെയ്യണം. കുറേ ആൾക്കാർക്ക് ഇത് ഹെൽപ്പ് ആവുമെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. അപ്പം ഞാൻ അതിനെ ബേസിക് എന്തിന് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യമായിരുന്നു. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇടും, ബട്ട് ദാറ്റ്സ് നോട്ട് ഒരു ആക്യുറേറ്റ് ആവില്ല. നമുക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാനുള്ള രീതിയിലാണ്. സോ പുഷ് ഡേ ആണെന്ന് എഗ്സ് ഉണ്ടാക്കി ഇനി ഓട്സ് ഉണ്ടാക്കണം. അപ്പോൾ ഏകദേശം ഒരു 1.5 hours നമുക്കുള്ളത്. കുറച്ച് സ്പീഡപ്പ് ചെയ്യണം. നമുക്ക് ഇനി നീര് വെച്ച് ചിന്തിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രീ വർക്കൗട്ട്. ഇതിൽ ഓട്സ് ഉണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്, പഴമുണ്ട്, പീനട്ട് ബട്ടർ, പിന്നെ ലേശം കോക്കോപ്പട്ട് ടേസ്റ്റിന്. പിന്നെ നമുക്ക് 3 എഗ്സും ഉണ്ട്. അപ്പോൾ 3 എഗ് വെയിറ്റും പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചു. അപ്പോൾ ഇനി ഒരു 1 hour ഉണ്ട് ട്രെയിനിങ് സെഷന്. അപ്പോൾ സോളിഡ് മീൽ. അപ്പോൾ പുഷ് ഡേ ചെസ്റ്റിന് 3 എക്സസൈസ്, ട്രൈസിന് 2 എക്സസൈസ്, ഷോൾഡറിന് 2 എക്സസൈസ്. അപ്പോൾ ചെസ്റ്റിന് ഓബിയസ്ലി ഫസ്റ്റ് ഓഫ് ഓൾ ഇൻക്ലൈൻ ആണ്, കാരണം അപ്പർ ഷെൽഫ് ബിൽഡ് ചെയ്യണം പ്രോപ്പറായിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻക്ലൈൻ, ഫ്ലാറ്റ്, ഫ്ലൈ. ഇതാണ് ചെസ്റ്റിന്. എങ്ങനെ ഫ്ലാറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ ഡംബൽ ഉപയോഗിച്ച് ചലാഴ്ച, അല്ലെങ്കിൽ മെഷീൻ ഉണ്ട്. ഇൻക്ലൈൻ എനിവേ ഡംബലാണ്, അതങ്ങനെ ഇഷ്ടമായിപ്പോയി. പിന്നെ ഇന്ന് ഭയങ്കരമായിട്ട് ഇൻക്ലൈൻ ചെയ്യാൻ വേണ്ടി സംശയം. യൂഷ്വലി 35 kgs 8 reps പോവാ. പക്ഷെ ഇന്ന് ഷോൾഡർ കുറച്ച് മെസ്റ്റപ്പായിട്ട് ചിലപ്പോൾ ഞാൻ 30 kgs പോകും. ലൈറ്റ് വെയിറ്റൊക്കെ ഉണ്ടാവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈഗോ ലിഫ്റ്റിംഗ് അല്ല നമ്മുടെ ടീം. എങ്ങനെ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ കൊണ്ട് എങ്ങനെ പാസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ എല്ലാ എക്സസൈസും മാറ്റം. റൈസിനാണെങ്കിൽ ഓരോ ഓവർഹെഡും പുഷ് ഡൗൺ നോ എന്താ പറയുക, ഷോൾഡറിന് എനിവേ ലാറ്റർ റേസസ് മാൻഡേറ്ററി ആണ്. പിന്നെ ഞാൻ എന്തെങ്കിലും പ്രസ് അടിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യത്തെ ചെസ്റ്റ് എക്സസൈസ് കഴിഞ്ഞ് ചിലപ്പോൾ പ്രസ് അടിക്കും. കാരണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വീക്കാവും ഞാൻ പുഷ് ചെയ്യണേ. അത് ലെറ്റ്സ് സീ വെയർ ഇറ്റ് ടേക്സ്. എങ്ങനെ നമുക്ക് വർക്കൗട്ട് എങ്ങനെ ഫോളോ ചെയ്യും. ആദ്യത്തെ 2 എക്സസൈസ് ഞാൻ പെട്ടെന്ന് ഒന്ന് സംസാരിച്ചില്ല എൻ്റെ ഇടയിൽ. കാരണം മെൻ്റലി പുഷ് ചെയ്യേണ്ട 2 എക്സസൈസാണ്. ഇൻക്ലൈൻ അടിച്ചു, ഓവർ ഹെഡ് അടിച്ചു. കാരണം ഇൻക്ലൈൻ അടിച്ചിട്ട് കഴിയുമ്പോൾ ചെസ്റ്റ് ഫുൾ അടിച്ചെങ്കിൽ ഓവർ ഹെഡ് അടിക്കുമ്പോൾ ഭയങ്കര വീക്കാവും. അപ്പോൾ ഞാൻ ഇൻക്ലൈൻ അടിച്ചിട്ടാണ് ഓവർ ഹെഡ് അപ്പൻ അടിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇനി ഫ്ലാറ്റിലേക്ക് നീക്കും. ഫ്ലാറ്റ് ഒരു 2 സെറ്റ് ഡംബലും 1 സെറ്റ് മെഷീൻ, പക്ക പ്രസ്സിങ്, ഫെയിലിയറിലേക്ക്. അത് കഴിഞ്ഞാൽ ഫ്ലൈ. കുറച്ച് വീടായി തോന്നും, പക്ഷെ അത് കുറച്ചൊരു ഡിഫിക്കൽട്ടാക്കും. ഞാൻ അത് ഡിയോണ്ടീനെ പഠിച്ചതാണ്. മീൻസ് ഇങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് മൂവ്മെന്റ് ഡിഫിക്കൽട്ടാണെങ്കിൽ നമ്മുടെ ലാറ്ററൽ ഹെഡ് മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. ഇങ്ങനെ അടിക്കുമ്പോൾ കുറച്ചുകൂടി മൂവ്മെൻറ്റേ വരുള്ളൂ. ആ മൂവ്മെൻറ്റ് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ ഈ ഒരു റേഞ്ച് ഓഫ് മോഷനിൽ നേരെ. അപ്പോൾ 5 kgs ലാറ്ററൈസ് ഞാൻ വെയിറ്റ് നോക്കാറില്ല. ശരി വെയിറ്റ് ആയാലും കുഴപ്പമില്ല. അത് വെയിറ്റ്
കേബിൾ ഓക്യുപൈഡ് ആയിട്ട് നമ്മൾ ഡമ്പല്ലടിക്കേണ്ടി വരും. 3 സെറ്റ് ഫെയിലിയറിലേക്കാണ്. അത് 3 സെറ്റ് എന്തെങ്കിലും കഴിയും. ഇനി നെക്സ്റ്റ് അപ്പോൾ എൻഡ് ഓഫ് പുഷ് ഡേ ലേശം കൂടി ബോഡി ഫാറ്റ് പോവാണ്. കുറച്ച് സർപ്ലസിലായിരുന്നു ഞാൻ 5 മന്ത്സിൽ ബേസിക്കലി ബൾക്ക്. പക്ഷെ അങ്ങനെ ഓവർ ദ ടോപ്പായി റെസ്ട്രിക്റ്റഡ് കൈൻഡ് ഓഫ് ബൾക്ക് കാർഡിയൊക്കെ ചെയ്തു. കുറച്ച് ബോഡി ഫാറ്റ് വേണ്ടി പോകാണ്ട്. കാരണം 66 ആയി. കാരണം എൻ്റെ ഹൈറ്റിന് 60 കറക്റ്റാണ്. ഞാൻ 66 ആയി. ഇനിയിപ്പോൾ 5 മന്ത്സ് അപ്പം ഇനി കുറച്ച് കുറയ്ക്കണം. ബോഡി ഫാറ്റ് ആകുമ്പോൾ ഇനി ഇൻസൈൻ ആകുമ്പോൾ എനിക്കെന്നുള്ള ഇൻസൈൻ ആകും. അപ്പോൾ സീ യു ടിൽ നെക്സ്റ്റ് ടൈം.